എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കപ്സയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കപ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കപ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഒരു 4 എണ്ണമൊക്കെ ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കഴുകിയിട്ട് വെള്ളം തോർത്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് കപ്സ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് 1.5 കിലോ ചിക്കൻ്റെയും 1 കിലോ റൈസിൻ്റെ അളവാണ് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 വറ്റൽമുളകാണ്. 3 വറ്റൽമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 6ഓളം ഏലക്കായാണ്. അപ്പോൾ ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ ചെറിയ 3 ബേലീവ്സ് ആണ്. വലുതാണെങ്കിൽ നമ്മളൊരു 2 എണ്ണം എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 6 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു തക്കോലും ഈ ഒരു വലിപ്പമുള്ള ഒരു 3 കറുവപ്പട്ട എടുത്താൽ മതി. ഇതുപോലെ തീരെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണങ്ങിയതാണ് കേട്ടോ ഇത്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഒരുപാട് ഇതിൻ്റെ കളർ ഒന്ന് മാറിപ്പോകുന്നതിന് വരെ നമ്മൾ വറക്കണ്ട. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ലപോലെ തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്സ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3 മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി തന്നെ നമ്മൾ ഇതിലേക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല വലിയ തക്കാളി ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു 2 എണ്ണം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം വലിപ്പമുള്ളതാണെങ്കിൽ ഇതുപോലെ 3 തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിന് നമുക്ക് മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ തക്കാളി ഇതുപോലെ നല്ലപോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കപ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് റൈസ് എടുത്തിരിക്കുന്നത് ബസുമതി റൈസ് ആണ്. 250 ml ഈ ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ ബസുമതി റൈസ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അളവ് കപ്പില്ലെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരി കളന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അരി നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതുപോലെ നമ്മൾ കപ്സ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. ബട്ടർ ഒഴിവാക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. ബട്ടർ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തീ നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് അരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ബട്ടർ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടെടുത്താണ്. അത്യാവശ്യം നല്ല വലിയ സവാളയാണെങ്കിൽ നമ്മളിതിലേക്ക് 2 എണ്ണം വരെയൊക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചെറിയ സവാള ആയതുകൊണ്ടാണ് 4 എണ്ണം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ചേർത്ത് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതൊരു 4 വലിയ അല്ലി വെളുത്തുള്ളിയാണ്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ അല്ലി ആണെങ്കിൽ നമുക്കൊരു 6-7 എണ്ണം വരെയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ഗോൾഡൻ കളർ ആവുന്നതിന് വരെ ഒന്നും വഴറ്റണ്ട. അപ്പോൾ സവാള ഇവിടെ നമുക്ക് ഏകദേശം കറക്റ്റ് ഒരു പാവത്തിന് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുഴുവനായിട്ടുള്ള സ്പൈസസ് ആണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ബേലീവ്സും ഒരു 2 ചെറിയ കറുവപ്പട്ടയും ഒരു 3 ഗ്രാമ്പുമാണിത്. ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കപ്സ മസാല ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കപ്സ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയ ഇതുപോലെ ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 6 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. വലിയ ടേബിൾ സ്പൂൺ ആണെങ്കിൽ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കപ്സ മസാല ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടി ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ ഇതിലേക്ക് നല്ലപോലെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒട്ടും തന്നെ വെള്ളമേ ഒന്നും ഇല്ലാത്ത ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ചിക്കൻ കഷ്ണങ്ങളോട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കപ്സ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ കപ്സ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ചിക്കൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു ഉണക്കനാരങ്ങയാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പാക്കറ്റിൽ 2 എണ്ണം കാണുമല്ലോ, അതിലിപ്പോൾ 1 എണ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ ഒരു അല്ലി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. പിന്നെ ഓറഞ്ചിൻ്റെ പുറമേയുള്ള ഒരു സ്കിന്ന് മാത്രം ഒന്ന് പീൽ ചെയ്തിട്ട് എടുത്താണ്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ നമ്മൾ ഒരു വൈറ്റ് ഉൾപ്പെടാതെ ഇതുപോലെ വേണം ഒന്ന് പീൽ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 2-3 എണ്ണം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു വലുപ്പത്തിൽ. അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളി അരച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളൊരു 3-4 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. തക്കാളിയുടെ ഒരു പച്ച ചുവയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ തന്നെ ഇളക്കി തക്കാളിയുടെ ഒരു പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം വറ്റിച്ചിട്ടാണ് ഈ ഒരു ചോറും വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അരി അങ്ങ് കുഴഞ്ഞു പോകുന്നതാണ്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 4 കപ്പ് റൈസിന് നമുക്കിതിലേക്ക് ഒരു 6 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി ഇളന്നെടുത്ത കപ്പിൽ തന്നെ വേണം കറക്റ്റ് 6 കപ്പ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 തിള വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മൂടി ഒന്ന് തുറക്കുക. അപ്പോൾ ഒരു വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ എടുത്ത് നമുക്കൊന്ന് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ അരി വേവിച്ചിട്ടെടുക്കുന്നത്. അരി വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചോറ് നമ്മൾ വേവിക്കുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ ലാസ്റ്റ് കറക്റ്റ് ആ ഒരു ചോറിന് ഉപ്പ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഒരു നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു നാരങ്ങ മുഴുവനും നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 മുഴുവനായിട്ടുള്ള പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതാണ്. ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെയാണ് ചിക്കന് വെന്തത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1/4 കപ്പ് മാത്രം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് നല്ലപോലെ തന്നെ വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളൊരു 1/2 മണിക്കൂർ കുതിരാൻ വെച്ചിരുന്ന അരിയെ വീണ്ടും നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
അരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. 3 മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മൾ തീ നല്ലപോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലേ നമുക്കിത് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ ചോറ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇരുന്നൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താലും മതി. സാധാരണ നമ്മൾ കപ്സ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കനിലേക്ക് മസാല ഇനി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ തന്നെ അവർ വേവിച്ച ചിക്കൻ തന്നെ ചെറുതായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്വല്പം മസാല ഒന്ന് ചേർത്ത് കൊടുത്തിട്ടാണ് അതൊന്ന് മൊരിയിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പാക്കറ്റ് മാഗി ക്യൂബ്സ് ആണ് എടുത്തത്. ഇതുപോലെ ഒരു ചെറിയ മാഗി ക്യൂബ്സിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ നമ്മൾ 1 ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 1 നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. ഈ ഒരു മാഗി ക്യൂബ്സ് ഇതുപോലെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോയിലായതുകൊണ്ട് മാത്രം കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്വല്പം ഒരു 2-3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു റെഡ് കളർ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിൽ നമ്മൾ മസാല ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചിക്കൻ നമ്മൾ വേവിച്ചതായതുകൊണ്ട് തന്നെ അത് ഉടഞ്ഞു പോകാതെ വേണമെന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കനിൽ നമ്മൾ ഇതുപോലെ കുറച്ച് മസാല ഒന്ന് ഇതുപോലെ തേച്ചതിന് ശേഷം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓവനിലാണെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുത്താലും മതി. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് നമ്മൾ ഇട്ടങ്ങ് മൊരിയിച്ചിട്ട് എടുക്കണ്ട, പുറമെ ചെറുതായിട്ട് നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അകം നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിന്റെ തൊലി ഒന്ന് കളഞ്ഞിട്ടെടുത്താണ്. അപ്പോൾ ഈ കാഷ്യൂനട്ടും ബദാമും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, 2 എണ്ണം ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതും അങ്ങ് കോരി മാറ്റിയേക്കാം കേട്ടോ. തീരെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 9-10 മിനിറ്റ് നമ്മൾ ഇതുപോലെ വെക്കുമ്പോഴത്തേക്കും തന്നെ അരിയുടെ ഒരു വെള്ളമൊക്കെ വറ്റി നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചോറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ തന്നെ കപ്സ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മളിത് വെള്ളം വറ്റിച്ച് അരി വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ചെറിയൊരു വെള്ളമയം പോലെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് തീ ഓഫ് ആക്കിയിട്ട് തന്നെ 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഒരു വെള്ളമയൊക്കെ പോയി നല്ല പോലെ തന്നെ ഇതുപോലെ നമുക്ക് കിട്ടും. നാരങ്ങാനീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താണ്. ആ ഒരു പുളി നോക്കിയിട്ട് ചെറിയ പുളി വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ല, അരി ഒന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പോലെ തന്നെ നമുക്ക് അരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേവിച്ചിട്ടെടുത്ത ഈ ഒരു റൈസ് നമ്മളൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുത്ത ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഉണക്കമുന്തിരിയും ബദാമും കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലൊരു മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലൊരു ചെറിയൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മളൊരു 3-4 മിനിറ്റോളം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു റൈസിന്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റോളം ഒന്ന് ചൂട് കയറ്റി എടുത്താൽ മതി. നന്നായിട്ട് തന്നെ അതിലേക്കൊന്ന് ആവി കയറി വരണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് മാറ്റിയതിന് ശേഷം റൈസ് വിളമ്പിയിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ സലാഡായിട്ട് അറബിക് സലാഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു അറബിക് സലാഡിൻ്റെ റെസിപ്പി ഞാൻ ചിക്കൻ മന്തിയുടെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു സലാഡിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇതുവരെയായിട്ട് ചിക്കൻ കപ്സ ഉണ്ടാക്കി നോക്കാത്തവർ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും, ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.